നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡത്തിന് ഈ സാരി നന്നായി ചേരുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് പാക്ക് ചെയ്തോളൂ. വേറെ സാരി ഒന്നും എടുക്കുന്നില്ലേ? വേണ്ട, ഇത് മതി. എന്നാ വരും. അമ്മേ, മോൻ വന്നോ? ആന്റി, കേറി വാ മോളെ. കല്യാണത്തിനുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ദാ, ഇത് നിങ്ങൾക്ക് വാങ്ങിയതാ. ഗിരി വേണ്ടാന്ന് കൊറേ പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. മോനെ, ഇതൊക്കെ ശാലിനിയുടെ സന്തോഷല്ലേ? ഞാൻ ഹോട്ടലിലേക്ക് പോവാമേ. മോളിരിക്കെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. എന്ത് പറയുന്നു ശാലിനിയുടെ ഭാവി നാത്തൂൻ? അവൾക്കെന്താ ലോട്ടറി അടിച്ചെന്ന് വിശ്വസിച്ചാ അവള് നടക്കുന്ന. സഞ്ജുവിന്റെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞ അവൾ ഈ കല്യാണം ഒഴിവാക്കി ഓടും. ആണല്ലേ? എന്താ നിനക്ക് മഞ്ജുവിനെ അത് അറിയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? ഏയ്, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എങ്ങാനും നീ ചെയ്ത നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞത് ചെയ്യുമെന്നറിയാലോ. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ ആവശ്യം. അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും അവരെ ഞാൻ ഒഴിവാക്കും. മനസ്സിലായോ? മനസ്സിലായി. ശാലിനി മോളെ, ഇതാ വരുന്ന ആന്റി. ഇവളീ വീട്ടിൽ കയറിയോ എന്താവോ ആവോ. അതിനു മുന്നേ എന്നെ ഏതെങ്കിലും കാശാറിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടണേ ഭഗവാനെ. ഈ ബിജുക്കുട്ടൻ എവിടെ പോയി കിടക്കാ മഞ്ജു? മെക്കാനിക്കിനെ വിളിക്കാൻ പോയിട്ട് മണിക്കൂർ 2 വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇവനെ കൊണ്ട് എങ്ങോട്ട് പോയാലും പെരുവഴി കിടക്കുന്ന അവസ്ഥയായി. ഇതിന് ബിജുചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്താ ഭാസ്കരേട്ട കാര്യം? ഈ വണ്ടി മാറ്റണമെന്ന് ബിജുചേട്ടൻ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇതിൽ യാത്ര ചെയ്ത് നടു ഉളുക്കാനാ നമ്മുടെയൊക്കെ വിധി. മഞ്ജു ഗോപാൽജിയോടെ നമ്മുടെ സ്റ്റേഷനിലെ അവസ്ഥ ഒന്ന് പറഞ്ഞു നോക്ക്. പുള്ളിക്കാരൻ മഞ്ജുവിന് വേണ്ടി നമ്മുടെ സ്റ്റേഷനിൽ പുതിയൊരു ജീപ്പ് സംഭാവന ചെയ്താലോ? അയ്യോ, അയ്യോ ഭാസ്കരേട്ട വന്നേ. തരില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് സുരുക്കുട്ടി വെച്ച മാലയാ. ഇത് വിറ്റ് സമ്മതിക്കില്ല. അയ്യോ, എന്ത് കഷ്ടമാണല്ലേ. എന്താ സാറേ കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്നത്? സാറ് പോലീസല്ലേ, വന്ന് ഇടപെട സാറേ. എന്താണ് കാണിക്കുന്നത്? ഒരു സ്ത്രീ എങ്ങനെ നാണല്ലോ നിനക്ക്? എന്നാ ഞാൻ അണ്ണത്തല്ലാടാ. അയ്യോ
എന്തായി കാണിക്കുന്നേ? എന്താടി നിനക്ക് വേണോ? എന്താടി ഒന്നും വേണ്ടാത്ത നിന്നെ വേണ്ട ചേട്ടാ, എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. എനിക്ക് സംസാരിക്കണ്ടടി. പിന്നെ ഞാൻ ഇന്ന് അയ്യോ എന്റെ ദൈവമേ. ഗിരിയേട്ടൻ ഇടപെട്ടു. ദൈവമേ. പെണ്ണുങ്ങളെ തല്ലുന്നോടാ. കണ്ണിന്റെ പുറത്ത് ഒരു അബദ്ധം പറ്റിപ്പോയ ഒരു അയ്യോ ദൈവമേ. അയ്യോ ഗിരിയേട്ടാ ഒന്നും ചെയ്യല്ലേ. അയ്യോ ഗിരി എടാ, അയ്യോ വേണ്ട. അയ്യോ ദൈവമേ, ഞാനിനി ഒന്നും ചെയ്യത്തില്ലേ. എടാ, ഞാൻ വേണ്ടടാ. അയ്യോ അയ്യോ ഗിരിയേട്ടാ ഗിരിയേട്ടാ ഗിരിയേട്ടാ. അയ്യോ മതി, മതി. ഇനി മേലാ നിനക്ക് അബദ്ധം ഇല്ല, ഗിരിയേട്ടാ. പറ്റുവോടാ? ഇല്ല. ഓ എന്റെ പൊന്നോ. ദേ, അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ. വാ. നിനക്കിപ്പോ ഈ വിഷയത്തിൽ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി നാട്ടുകാർ നീയും മഞ്ജു തമ്മിൽ ബന്ധമുണ്ടെന്ന് വീണ്ടും പറഞ്ഞു നടക്കൂലേ? ആ പറയുന്നവന്മാരുടെ നാവ് ഞാൻ പിഴുതെടുക്കും. എടാ, മഞ്ജു ഗോപാൽജിയുടെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടിയാ. അവളെ റോഡിൽ കിടക്കുന്ന ഏതോ ഒരു കുടിയൻ തല്ലിയ അതിന്റെ നാണക്കേട് ഗോപാൽജിക്കല്ലേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഗോപാൽജിയുടെ കുടുംബത്തെ അപമാനിക്കാൻ ആരെയും സമ്മതിക്കില്ല. എടാ പോലെ ബാക്കി നിനക്ക് സ്റ്റേഷനിൽ നിന്ന് തരാം. ഒരു പോലീസുകാരനെ കൈവച്ചതിന് ശിക്ഷ എന്താണെന്നറിയോ? അയ്യോ സാറേ, എന്റെ ഏട്ടൻ പഞ്ചപാവ. ഇത്തവണത്തേക്ക് ക്ഷമിക്കും സാറേ. ബെസ്റ്റ്. നിങ്ങളുടെ പ്രകടനം ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ കഥാപാത്രം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഗിരിയും മഞ്ജും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം കിട്ടാനായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്. കവലെ വെച്ച് അത് കിട്ടിയതും ഞങ്ങള് നാടകം തുടങ്ങി. നാട്ടുകാര് സംസാരം തുടങ്ങിയോ? പിന്നെ ഇല്ലേ, മഞ്ജുവും ഗിരിയും പോയതിനു ശേഷം ഞാൻ തന്നെ കവലയിൽ സംസാരം തുടങ്ങി. ഗിരി എന്റെ കെട്ടിയോനെ അടിച്ചതേ മഞ്ജുവിന് വേണ്ടിയാണെന്ന്. ഒരു പോലീസുകാരിയെ ഒരു ഗുണ്ട എന്ന് മുതലാണ് സഹായിക്കാൻ തുടങ്ങിയത് ഞാനും അങ്ങ് ചോദിച്ചു. പിന്നെ നാട്ടുകാരങ്ങ് ഏറ്റുപിടിച്ചു. മതി. മഞ്ജുവും ഗിരിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ ഇത് ധാരാളം.